ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈശോ മിശിഹായുടെ പിറവി തിരുനാളിലേക്ക് നടന്നെടുക്കുകയാണ്. നമ്മുടെ കുറവുകളെല്ലാം തിരുത്തി വിശുദ്ധിയോടുകൂടി അവിടുത്തെ സ്വീകരിക്കുവാൻ നമ്മൾക്കൊരുങ്ങാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. അവിടെ പറഞ്ഞു വെക്കുക, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ളവയോ സ്നേഹിക്കരുത്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ളവയോ സ്നേഹിക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. ലോകത്തെയോ ലോകത്തിലുള്ളവയോ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾ ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ലോകത്തിൻ്റെ അഹന്ത, ഇങ്ങനെയുള്ളതൊന്നും ദൈവത്തിൻ്റേതല്ല, ലോകത്തിൻ്റെതാണ്. 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, ജഡത്തിൻ്റെ ദുരാശ. ഈ ജഡത്തിലേക്ക് വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ജഡത്തിൻ്റെ ദുരാശ. 2, കണ്ണുകളുടെ ദുരാശ. കണ്ണ് കുറ്റമറ്റതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ വിശുദ്ധി പ്രാപിക്കും. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള ഒരു മോഹം. ലോകത്തിൻ്റെ അഹന്ത, ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ചിന്ത. എല്ലാ മേഖലയിലും അതുണ്ടാകാം. നമ്മൾ ഏത് തലത്തിൽ ജോലി ചെയ്താലും ആ മേഖലയിലെല്ലാം ഞാൻ എന്തോ ആണെന്നൊരു ചിന്തയുണ്ടാകാം. സ്വർഗീയ ഇടങ്ങളിലും അല്ലെങ്കിൽ ദൈവികപരമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്തും ഈ ചിന്തയുണ്ടാകാം. വലുപ്പച്ചെറുപ്പമില്ലാതെ ഏത് ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പരിണതഫലം നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ലോകത്തിൻ്റെ അഹന്ത, ഇങ്ങനെയുള്ളതെല്ലാം ലോകത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതല്ല. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. എന്നാൽ ദൈവഹിതം നിർവഹിക്കുന്നതിനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. എന്നാൽ ദൈവഹിതം അനുവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ദൈവഹിതം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ തയ്യാറാകാം. നമ്മൾ കണ്ടു ജഡത്തിൻ്റെ ദുരാശ. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്. ആ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവിടെ സംഭവിച്ചത്, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാ പരീക്ഷണങ്ങളിലും എല്ലാ പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും നേരിട്ടവനാണ് ഈശോ മിശിഹ. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ ഈശോ മിശിഹ പ്രകാരം നേരിട്ടു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞത് കല്ലിനോട് അപ്പമാകാനാണല്ലോ. അപ്പം എന്താണ്? ജഡത്തിൻ്റെ മോഹമാണ്. ജഡമോഹങ്ങളെ, ഏതെല്ലാം തരത്തിൽ ജഡമോഹങ്ങളുണ്ടോ അവയെ പ്രതിനിധാനം ചെയ്യുകയാണ്. ആ ജഡമോഹങ്ങളെല്ലാം ഈശോ പറഞ്ഞതെന്താണ്? അപ്പം കൊണ്ട്, ഈ ശരീരത്തിലേക്ക് വരുന്ന സുഖം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്,
പിന്നെയോ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ എല്ലാം നാം ഹൃദയസ്ഥമാക്കി ജീവിതത്തെ പടുത്തുയർത്തുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പ്രലോഭനം വന്ന എന്താണ്? മലയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇതെല്ലാം കാണുക, ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മാത്രം മതി. പല സാഹചര്യങ്ങളുണ്ട്, പല ഒഴിവുകളുണ്ട്, ആരും കാണുന്നില്ല, ഒരു മനുഷ്യനും അറിയുന്നില്ല. ഒന്ന് കുമ്പിട്ട് കൊടുത്താൽ, ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ നിനക്ക് വലിയ സൗഭാഗ്യങ്ങൾ കിട്ടിയെന്നിരിക്കും. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുക, പലരുടെ ജീവിതങ്ങളും താറുമാറായിരിക്കുന്നത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ജീവിതം തന്നെ കൈവിട്ടുപോയ അനേകരെ നമ്മൾക്ക് മീഡിയകളിലൂടെ കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അവയെ ഈശോ നേരിടുന്നത് എന്താണ്? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അവിടെയെല്ലാം ദൈവികമായ ചിന്തയാണ്, തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, പിതാവ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. പിതാവിനെ വേദനിപ്പിക്കാതിരിക്കുവാൻ പിതാവിൻ്റെ ഹിതം നിറവേറ്റി പിതാവിന് വേണ്ടി ജീവിക്കുന്ന പുത്രൻ. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. ഓർക്കണം, അവൻ്റെ ഹൃദയത്തിൽ ഈ ലോകത്തിൻ്റെ മോഹമല്ല, തൻ്റെ പിതാവിനുള്ള സ്നേഹമാണ്, ജനത്തോടുള്ള സ്നേഹമാണ്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള മോഹങ്ങളെ നീ പരിത്യജിക്കണം. കണ്ണുകളുടെ ദുരാശയെ നീ കീഴടക്കണം. മൂന്നാമതായി പറയുന്നത്, ഈശോയോട് പറഞ്ഞത്, നിന്നെ ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കൊള്ളുക, മാലാഖമാർ നിന്റെ കാല് കല്ലിൽ തട്ടാതെ താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സങ്കീർത്തന ഭാഗങ്ങൾ എടുത്താണ് സാത്താൻ ഈശോയെ പ്രലോഭിപ്പിക്കുന്നത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നിന്നെ മഹത്വപ്പെടുത്തുവാൻ താഴേക്ക് ചാടിക്കുള്ള മാലാഖമാർ നിന്റെ കാല് താങ്ങിക്കൊള്ളുമെന്ന്. അപ്പോൾ പല കാര്യങ്ങളിലും നമ്മുടെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി പല വ്യക്തികളും മുന്നോട്ട് കടന്നു വന്നെന്നിരിക്കാം. ഇതെല്ലാം ദൈവീയമാകണമെന്നില്ല. അവയെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നമ്മൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക. എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നടക്കാനല്ല, ജീവിതത്തിൽ ഒന്നും സ്വീകരിക്കാതിരിക്കണമെന്നല്ല, തിന്മയായിട്ടുള്ളവയെ അകറ്റി നിർത്തുവാനും നന്മയായിട്ടുള്ളവയെ സ്വീകരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നന്മയും തിന്മയും തിരിച്ചറിയുക? നന്മ തിരിച്ചറിയണമെങ്കിൽ ദൈവചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, ദൈവ പ്രമാണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. കാലാകാലങ്ങളിൽ സഭയിലൂടെ നൽകപ്പെടുന്ന പ്രമാണരേഖകൾ, അപ്പസ്തോലിക ലേഖനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. സ്നേഹമുള്ളവരെ, സഭയുടെ പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈശോ പ്രലോഭനങ്ങൾ അതിജീവിച്ചതുപോലെ യോഹന്നാൻ ശ്ലീഹ നമ്മോടും പറയുകയാണ്, നിങ്ങളുടെ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ലോകത്തിൻ്റെ അഹന്ത, ഇങ്ങനെയുള്ളതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ഇവയെ സ്നേഹിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും, എന്നാൽ ദൈവഹിതം അനുവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. നമുക്ക് ദൈവഹിതം നിറവേറ്റി മുന്നോട്ട് പോകാൻ തീരുമാനിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഷോൾഡർ പെയിനും പെടലിയുടെ വേദനയുമായി വേദനിക്കുന്ന റിനി എന്ന് പറയുന്ന ഒരു മകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുറേ നാളുകളായി പെടലിയുടെ രണ്ട് സൈഡും വേദനയും പെടലി കുനിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുമായി കഷ്ടപ്പെടുകയാണ്. പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തു. ദേശത്താണ്, ഓസ്ട്രേലിയയിലാണ്. തിരുമിയിട്ടൊന്നും പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് കടന്നു വരുന്നില്ല. എൻ്റെ ഈശോയെ, മരുന്നോ ലേവനോ ഔഷധമല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, നിമിഷം നിന്റെ വചനം അയച്ച് ആ മകളെ നീ സുഖപ്പെടുത്തണമേ. അങ്ങയുടെ വലത് കരം ഈ സമയം
ആ മകളുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ. നിൻ്റെ സ്നേഹത്താൽ ആ മകൾ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഇവിടെ മകളുടെ പെടലിയുടെ വേദന പൂർണ്ണമായി മാറ്റിക്കൊടുക്കണമേ. ഈശോയെ, നിന്റെ കരമുയർത്തി ആ മകളെ ഒന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരത്തിൽ നിന്ന് ശക്തി ഇപ്പോൾ ഒഴുകപ്പെടട്ടെ. ആ മകളുടെ 2 ഞരമ്പുകളിലേക്കും, കർത്താവെ, പെടലിയുടെ 2 ചില ഞരമ്പുകളിലേക്കും, പെടലിയുടെ അവിടെ കൂടി നിൽക്കുന്ന ചെറിയ തടിപ്പ് പോലെ, നീര് പോലെ കാണുന്ന അവസ്ഥയിലേക്കുമെല്ലാം ഈശോ ഇന്ന് കടന്നു ചെന്ന് പൂർണ്ണമായ നീരിനെ വറ്റിച്ച് സൗഖ്യത്തിലൂടെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഈ നിമിഷം തന്നെ ഒരു സൗഖ്യത്തിലേക്ക് നിറയട്ടെ. ആ ഷോൾഡറിൻ്റെ പെയിൻ എല്ലാം മാറിപ്പോകട്ടെ. 2 കരങ്ങളിലേക്കും ഒഴുകുന്ന ഞരമ്പുകളിലേക്കും ഈശോയെ പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. നട്ടെല്ല് സംബന്ധമായ അവസ്ഥയിലേക്ക് കർത്താവ് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. ഈശോയെ, നീ ഈ നിമിഷം അവളെ ചേർത്ത് പിടിക്കുന്നവർ നന്ദി പറയുന്നു. നിന്റെ സ്നേഹം അവൾ അനുഭവിക്കുന്നവർ നന്ദി പറയുന്നു. ഈശോ, ഇപ്പോൾ തന്നെ അവൾ സൗഖ്യം പ്രാപിക്കുന്നതിനോർ നന്ദി പറയുന്നു. ഈശോയെ, പൂർണ്ണമായി നീ അവളെ സൗഖ്യപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി കർത്താവേ. ഈശോയെ നന്ദി. നിന്റെ കൃപ നിറഞ്ഞൊഴുകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. സൗഖ്യം അവൾ നിറയ്ക്കണമേ. ആമേൻ.